ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം നന്നാവാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. വിക്രമിൻ്റെ ഗുണ്ടായുസമൊക്കെ അവസാനിപ്പിക്കാൻ, അടിപിടിയൊക്കെ നിർത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതിന് ശ്രീനിവാസൻ സാറിന് നല്ല ദേഷ്യമാവുന്നുണ്ട്. ഇതിനൊക്കെ കാരണം വിക്രമിൻ്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കുന്ന ശ്രീനിവാസൻ വിക്രം പോലും അറിയാതെ വിക്രമിൻ്റെ അച്ഛനെ കൊലപ്പെടുത്തുവാനായിട്ട് ഗുണ്ടകളെ അയക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം മാഷും കമലാമ്മയും ചേർന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് നടന്നു വരികയാണ്. അപ്പോഴേക്ക് അവരുടെ അടുത്തേക്ക് വഴിയിൽ വെച്ച് ഗുണ്ട ചീറിപ്പാഞ്ഞടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗുണ്ട ചീറിപ്പാഞ്ഞടുത്ത് വരുന്ന സമയത്ത് ഒരു വണ്ടി വേഗത്തിൽ തന്നെ അയാളെ ഇടിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വലിയൊരു അപകടത്തിൽ നിന്ന് മാഷും കമലാമ്മയും ചേർന്ന് അയാളെ രക്ഷിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പരിഭ്രാന്തനായി നിൽക്കുന്ന ആ ഗുണ്ടയോട് കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ ശ്രദ്ധിച്ച് വരണ്ടേ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ ഈ ഗുണ്ട മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത്ര നല്ല മനുഷ്യരെയാണോ ഞാൻ കൊല്ലാനായിട്ട് വന്നത് എന്ന് ഗുണ്ടയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഖം വല്ലാണ്ട് നിൽക്കുന്ന ആ ഗുണ്ടയോട് കമലാമ്മ വീണ്ടും ചോദിക്കുകയാണ്, എന്താ മോന് വിശക്കുന്നുണ്ടോ, വിശന്നിട്ടാണോ ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ കവറിലിരിക്കുന്ന ഒരു ആപ്പിൾ എടുത്ത് അയാളുടെ കയ്യിലേക്ക് കമലാമ്മ നീട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗുണ്ടയ്ക്ക് വല്ലാതെ വിഷമമാകുന്നുണ്ട്. അങ്ങനെ അവർ പിറ്റേന്ന് രാവിലെ കമലാമ്മയും വേദയും കൂടി അവരുടെ വീട്ടുമുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്ക് ഇന്നലെ അവർ കണ്ട ഗുണ്ട അവരുടെ വീട്ടിലേക്ക് ഓടി വരികയാണ്. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട് എന്താന്ന്. അപ്പോൾ ചോദിക്കുകയാണ്, എവിടെ മാഷ് എന്ത് ചെയ്യുന്ന അവരോട് ചോദിക്കുമ്പോൾ, മാഷ് ഇവിടെ ഇല്ല, അമ്പലത്തിലേക്ക് പോയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താന്നുള്ള മട്ടിൽ വേദ കമലാമ്മയെ നോക്കുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, ഇന്നലെ ഞങ്ങൾ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ആളാണ്, ചിലപ്പോൾ നന്ദി പറയാനായിട്ട് വന്നതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അല്ല അയ്യോ മാഷിൻ്റെ ജീവൻ അപകടത്തിലാണ്, ഞാൻ ഇന്നലെ എൻ്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണ്, അപ്പോൾ എനിക്കത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്, അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ കമലാമ്മ ആകെപ്പാടെ വിഷമിച്ച് കരയുകയാണ്, അയ്യോ മാഷ് ഫോണും എടുത്തിട്ടില്ലല്ലോ, എന്താ ചെയ്യാന്നുള്ള വെപ്രാളത്തിൽ കമലാമ്മ ആകെ കരയുകയാണ് കേട്ടോ. അപ്പോൾ വേദ പെട്ടെന്ന് എന്ന് ഫോൺ എടുത്ത് വിക്രമിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിക്രമിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ വേദ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് വേദ പെട്ടെന്ന് വേദയുടെ അച്ഛനെ വിളിക്കുന്നത്. അപ്പോൾ വേദയുടെ അച്ഛനെ വിളിക്കുമ്പോഴേക്കും അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഞാൻ പറഞ്ഞ കാര്യം സമ്മതിക്കാനാണെങ്കിൽ ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതെ അച്ഛാ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. അപ്പോൾ പറഞ്ഞു മോളെ എന്ന് പറയുമ്പോഴേക്കും ഇല്ല, എനിക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കിയാണ് ആ കാര്യം പറയാനുള്ളത് എന്ന്. അപ്പോൾ വിക്രമിനെ ഉപേക്ഷിച്ചിട്ട് താലിയൊക്കെ ഉപേക്ഷിച്ച് വരാൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വേദ എന്ന് കരുതിയാണ് അച്ഛൻ പെട്ടെന്ന് പറയുന്നുണ്ട്, എവിടെയാ മോളെ വരേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മാഷ് പോയ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വേദ. അപ്പോൾ പെട്ടെന്ന് ശരി മോളെ ഞാനിപ്പോൾ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറയുന്നുണ്ട് വേദയുടെ അച്ഛൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ വേദ ഒരു ലോക്കൽ ബൂത്തിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട്. ജഡ്ജി അദ്ദേഹത്തിൻ്റെ ജീവൻ ആപത്തിലാണ്, അവർ പോയിരിക്കുന്ന അമ്പലത്തിൻ്റെ പേരും പറഞ്ഞു കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണമെന്നൊക്കെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവർ പോയിരിക്കുന്ന അമ്പലത്തിലേക്ക് പെട്ടെന്ന് തന്നെ പോലീസുകാർ എത്തുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നീട് കാണിക്കുമ്പോൾ മാഷിൻ്റെ പുറകെ തന്നെ മാഷ് അമ്പലത്തിൽ കൂടി നടന്നു വരികയാണ്. അവരുടെ പുറകെ തന്നെ ഗുണ്ടകൾ ഇങ്ങനെ വരികയാണ് കേട്ടോ, കത്തിയൊക്കെ ആയിട്ട്. അപ്പോൾ പോലീസുകാരത് കണ്ടിട്ട് പെട്ടെന്ന് അവർ ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോഴേക്കും വേദയുടെ അച്ഛൻ അമ്പലത്തിൽ എത്തി നിൽക്കുമ്പോഴത്തേക്കിനും പോലീസുകാർ പറയും, സാർ പറ്റില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം, അങ്ങയുടെ ജീവൻ ആപത്തിലാണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ എൻ്റെ മോളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ, സാർ അങ്ങനെ പറയല്ലേ സാർ, ഒരു ഫോൺ കോൾ വന്നിരുന്നു, അങ്ങയുടെ ജീവൻ ആപത്തിലാണ് എന്നുള്ളതിന് ഒരു ഫോൺ കോൾ വന്നിരുന്നു, എത്രയും പെട്ടെന്ന് സാറ് വീട്ടിലേക്ക് പോകണം, ഞങ്ങൾ തന്നെ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ അദ്ദേഹത്തെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ വേദയെ വിളിക്കുമ്പോഴത്തേക്കിന് ഞാൻ ട്രാഫിക് ജാമിൽ അകപ്പെട്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ തന്നെ എത്താമെന്നൊക്കെ വേദ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ വീണ്ടും പോലീസുകാർ പെട്ടെന്ന് സമ്മതിക്കാതെ തന്നെ അച്ഛനെ കൂട്ടിക്കൊണ്ട് അവർ വീട്ടിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം മാഷിൻ്റെ പുറകെ ഇങ്ങനെ ഗുണ്ടകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാർ പെട്ടെന്ന് വന്നിട്ട് അയ്യോ ഇത്
ഇത് ശങ്കരനാരായണൻ്റെ ബന്ധുവാണല്ലോ എന്ന് കരുതി പെട്ടെന്ന് അവർ മാഷിനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവനും അപകടത്തിലാകാം എന്ന് കരുതി പെട്ടെന്ന് അവർ വന്ന് അദ്ദേഹത്തെയും മാഷിനെയും കൂട്ടി അവർ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം കമലാമ്മ ഓടി അമ്പലത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് മാഷിനെ പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ കാണുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത മട്ടിൽ കമലാമ്മ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. കമലാമ്മ വീട്ടിലെത്തുമ്പോഴേക്കും മാഷ് നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഇരുന്ന് കസേരയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന മാഷിനോട് ചോദിക്കുകയാണ്, എന്താ കമല ഇത് എവിടെ പോയിരുന്നു? ഞാൻ അപ്പുറത്തേക്ക് പോയിരുന്നു. നിന്നോട് റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞിരുന്നത്, എന്നിട്ടിപ്പോൾ എന്തായി കാണിക്കുന്നത്? ഇവിടെ പണി ചെയ്യാൻ വേറെ ആരുമില്ലേ എന്നൊക്കെ മാഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ സംഭവങ്ങളൊന്നും മാഷ് അറിഞ്ഞിട്ടേ ഇല്ല. ഇതെന്ന് പറയുമ്പോൾ അപ്പോൾ മാഷ് കമലാമ്മയുടെ കണ്ണുകളാകെ നിറഞ്ഞിട്ട് പെട്ടെന്ന് അകത്തേക്ക് കയറി പോകണം. ഞാൻ പണിയൊന്നും ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് വേദ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ വേദയുടെ അച്ഛൻ വീണ്ടും വിളിക്കുന്നുണ്ട്, എന്താണ് മോളെ, ഞാൻ അമ്പലത്തിൽ വന്നിരുന്നല്ലോ, എന്നിട്ട് മോൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അച്ഛൻ ഞാൻ വന്നുകൊണ്ടിരുന്ന വഴിയിൽ ട്രാഫിക് ജാമായിരുന്നു, പിന്നെ ഞാൻ അമ്പലത്തിലേക്ക് എത്തിയപ്പോഴേക്കും ആകെ പോലീസും ബഹളവും ഒക്കെ ആയിരുന്നു. ഓ മോള് വന്നായിരുന്നോ എന്ന് ചോദിച്ചിട്ടൊക്കെ അച്ഛൻ വെക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് കമലാമ്മ ആകെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും മോളാണോ ഇതൊക്കെ ചെയ്തതെന്ന് വേദയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ അമ്മേ, അപ്പോൾ വേദ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതേ അമ്മേ, ഞാൻ ആദ്യം വിക്രമിനെ വിളിച്ചിരുന്നു. അപ്പോൾ വിക്രം എൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ ജീവൻ അപകടത്തിൽ, ഒരു ജഡ്ജിയുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞ പോലീസുകാർ പെട്ടെന്ന് തന്നെ അവിടെ എത്തുമെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. എന്നാൽ സുധാകരൻ മാഷിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അവർ അത്ര പെട്ടെന്ന് എത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും കമലയ്ക്ക് ആകെപ്പാടെ ഇത് സങ്കടമൊക്കെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലയാണെങ്കിൽ വേദയോട് പറയുകയാണ്, മോളെ നിനക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നീ എൻ്റെ താലിയാണ് രക്ഷിച്ചത്. എനിക്ക് മാഷില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കമല ആകെ സങ്കടത്തോടു കൂടി കമലയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ വിക്രം വരുന്നുണ്ട്. വിക്രമിനോട് കമലാമ്മയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം വിചാരിക്കുകയാണ്, തൻ്റെ വീട്ടിൽ തൻ്റെ അച്ഛനെ പോലും കൊല്ലുവാൻ ഒരുങ്ങുന്ന ഒരാളാണെങ്കിൽ അയാൾ നിസ്സാരക്കാരനല്ല എന്ന് വിക്രം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കമലാമ്മ പറഞ്ഞ അനുസരിച്ചിട്ട് വേദ കാരണമാണ് തൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് അറിയുമ്പോൾ വിക്രമിന് വേദയോട് ഒരുപാട് സിമ്പതിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം വന്നിട്ട് വേദയോട് പറയുകയാണ്, നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ജീവൻ ആപത്തിലായേനെ. എന്നെയും എൻ്റെ കുടുംബത്തെ രക്ഷിച്ചതിന് നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്, എൻ്റെ അച്ഛനെ രക്ഷിച്ചതിന് എന്ന് പറഞ്ഞിട്ട് വേദയുടെ കൈകളിലേക്ക് വിക്രം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എന്ന്, ഇപ്പോൾ ഇതിനായിരിക്കാം ദൈവം നിന്നെ ഇവിടേക്ക് എത്തിച്ചത് എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് അവർ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് അടുത്ത വിശേഷവുമായി വരാം. താങ്ക്